അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുബൈറത്ത്. ഞാൻ തട്ടത്തിമലയുടെ മണ്ടയ്ക്ക് താമസിക്കുകയാണ്. ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു മാടമായിരുന്നു. ആ വീട് ഇടിഞ്ഞു വീണു, മഴക്കിടവിൽ ഇടിഞ്ഞു വീണു. ആരുമില്ല സഹായത്തിന്. ഇപ്പോൾ ഈ ചെറിയ മാടത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് താഴെ എല്ലാവരും കൈകോർത്ത് ഇച്ചിരി സ്ഥലം മേടിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എനിക്കൊരു ചെറിയ വീട് ആരെങ്കിലും കെട്ടിത്തന്ന് സഹായിക്കുക. എനിക്ക് വേറെ ആരുമില്ല പറയാൻ. ഇതിനകത്ത് ആരൊക്കെ കൈകോർത്ത് നിന്നാലും അവർക്ക് പടച്ചവൻ അതിൻ്റെ കൂലി തരും. ഞാൻ അന്യ വീട്ടിൽ പാത്രം കഴുകാനും മിറ്റം തൂക്കാനും ഒക്കെ പോയാണ് ഞാനും ഒരു മോനും ജീവിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ. ഇതിനകത്ത് ആര് സഹായിച്ചാലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് തന്നിരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പയകുളം പ്രദേശത്ത് സുബൈറത്ത് എന്ന് പറഞ്ഞ സഹോദരിയുടെ വീട്ടിലാണ്. സുബൈറത്തിന്റെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണ് പ്രിയപ്പെട്ടവർ വീഡിയോ ആയിട്ട് വന്ന രൂപത്തിലാണ് ഈ വീട്. സുബൈറത്തിന്റെ വീടിന്റെ അവസ്ഥ വളരെയധികം ദയനീയതയാണ്. സുബൈറത്ത് എന്ന് പറഞ്ഞ സഹോദരിയും ഒരു പിഞ്ചു മോനുമാണ് ഇവിടെ നിൽക്കുന്നത്. അവര് അന്യ വീട്ടിലെ ജോലിക്കൊക്കെ പോയി ജീവിതമാർഗം ഉണ്ടാക്കുകയാണ്. വളരെ ദയനീയത എന്ന് പറഞ്ഞാൽ വളരെ ദയനീയത. ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു വീട്ടിലാണ് ഇവർ. അതേപോലെ കാട്ടുപന്നികളുടെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത രൂപത്തിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. നിങ്ങളൊന്ന് സഹായിച്ചാൽ നമുക്ക് ഈ സുബൈറത്ത് എന്ന് പറയുന്ന സഹോദരി നമുക്ക് ചെറു വീട് നിർമ്മിച്ച് അവിടെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇടിഞ്ഞു വീണതിന് ശേഷം ഇവിടെ വന്ന് നമ്മളൊക്കെ സഹായിക്കാമായിരുന്നു, നമ്മളൊക്കെ കൈകോർക്കാമായിരുന്നു എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഏത് നിമിഷം ഈ വീട് നിലംപതിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിങ്ങളൊന്ന് സഹായിക്കുക, നിങ്ങളൊന്ന് സഹകരിക്കുക. പറ്റുന്ന രീതിയിലുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറു തുകയെങ്കിലും സഹായിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് കൈകോർക്കണം. നിങ്ങളൊന്ന് കൈകോർത്താൽ നമുക്ക് ഈ ഒരു വീട് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവിടെ ഒരു നാട് മുഴുവൻ ഒരുമിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളോട് ഈ ഒരു വിഷയം സംസാരിക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ വീടിൻ്റെ ഈ ഒരു വളരെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സിലാക്കി നമ്മൾ 1 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുകയാണ്. അതോടൊപ്പം നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 1 ലക്ഷം കൊടുത്ത് തുടക്കം കുറിക്കുകയാണ് വീട് നിർമ്മാണം. അപ്പോൾ നിങ്ങളൊക്കെ ഈ കാണുന്ന എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും നൽകണമെന്ന് പടച്ചവന് മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു നാട് മുഴുവൻ ഇതിനു വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ കാട്ടുപന്നികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ ഒരു മനുഷ്യജീവൻ, ഈ സുബൈറത്ത് എന്ന് പറഞ്ഞ സഹോദരിയെ നമ്മളൊക്കെ ഒന്ന് കൈകോർക്കുക, സഹായിക്കുക. കാരണം ഏത് നിമിഷം ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. അടുത്ത മഴയ്ക്ക് 100% താഴെ വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ 1 ലക്ഷം നൽകി വീട് നിർമ്മാണത്തിൻ്റെ ആദ്യ ഗഡു പണി തുടങ്ങുകയാണ്. ഒന്ന് സഹായിക്കുക, ഒന്ന് സഹകരിക്കുക. നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രം നമുക്ക് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കൂ. ഇൻഷാ അല്ലാഹ് പടച്ചവൻ എല്ലാവരെയും എല്ലാവിധ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെക്ക് നൽകുകയാണ്. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. സഹായിക്കാനുള്ള സഹകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക. അസ്സലാമു അലൈക്കും.